ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ അതിക്രമത്തിൽ കേന്ദ്രത്തിനും ഡൽഹി പോലീസിനും നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി. CJP പാർലമെന്റ് മാർച്ചിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ CCTV വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും ഡൽഹി പോലീസിന് കോടതി നിർദ്ദേശം നൽകുന്നു. സെപ്റ്റംബർ 11 ഹർജി വീണ്ടും പരിഗണിക്കും. പി വസന്താണ് വിവരങ്ങളുമായി ഉള്ളത്. ഒപ്പം ബി ബാലഗോപാലും വിവരങ്ങളുമുണ്ട്. ബാലു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. രാഹുൽ പറയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് അതിക്രൂരമായി പോലീസ് സമരക്കാരെ വിദ്യാർത്ഥികളെ നേരിട്ടു എന്നതാണ്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ്? രതീഷ്, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അഴിമതിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താങ്കൾക്ക് അറിയാവുന്നതാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം പൂർണ്ണമായും തകർത്ത മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കുറഞ്ഞുള്ള ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നതാണ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നലെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചും വിശദമായി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ തലപ്പത്തുള്ളവർക്ക് നിലവിൽ മാനസികമായി അവർ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രതിഫലനമാണ് ഈ താൻ ഇന്നലെ സത്യാഗ്രഹം ഇരുന്നപ്പോൾ പെട്ടെന്ന് കേന്ദ്രമന്ത്രി അവിടെ എത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ലഭിച്ച, അതായത് പോലീസ് നിന്ന് ഇടി ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, തന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇടികൾ കിട്ടുന്നത് പുതുമയില്ല. ഇനിയും ജനങ്ങൾക്ക് വേണ്ടി അല്പം കുറച്ച് ഇടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ എത്തിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം തങ്ങൾ പൂർണ്ണമായും താൻ വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ സമരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നാളെ പ്രതിപക്ഷ പാർട്ടികൾ രാവിലെ ഡൽഹിയിൽ യോഗം ചേരും. ആ യോഗത്തിൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിശദമായ വാർത്താ സമ്മേളനമായിരുന്നു. പോലീസ് അതിക്രമം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിലേക്ക് ഇടപെടുന്നതും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അല്ലെങ്കിൽ കോൺഗ്രസ് ഈ സമരത്തിലേക്ക് വരുന്നതോടുകൂടി ദേശീയതലത്തിൽ ഈ സമരത്തിന്റെ മാനം ഏത് നിലയിലാണ് മാറുന്നത്, രാജ്യതല സ്ഥലത്ത് ഏത് നിലയിലാണ് മാറുന്നത്? നേരത്തെ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA വിവേക് നമ്മൾ കണ്ടു, വിവിധ പാർട്ടികൾ, ആം ആദ്മി പാർട്ടികളുടെ പ്രതിനിധികളെ കണ്ടു. അങ്ങനെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ കണ്ടെങ്കിലും കോൺഗ്രസ് കൂടി സമരത്തിലേക്ക് വരുന്നതോടുകൂടി സമരത്തിന് ആവശ്യത്തിന് എത്രത്തോളം കൂടുതൽ വ്യക്തതയും മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഇനി എന്ത് നടപടി പ്രതീക്ഷിക്കണം ബാലു? കേന്ദ്രം ഒരു അനുനയത്തിന്റെ പാതയിലേക്ക്, അതായത് ഒരു ചർച്ചകൾ വേണമെന്ന ഒരു നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നത്. ഈ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാം, പ്രതിപക്ഷ പാർട്ടികളുമായി ഈ വിഷയം ചർച്ച ചെയ്യാം തുടങ്ങിയ നിലപാടൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വാർത്താ സമ്മേളനം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം, ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന് പറയാൻ വേണ്ടി കഴിയും. കാരണം അദ്ദേഹം പറഞ്ഞു, ധർമ്മേന്ദ്ര പ്രധാന്റെ പശ്ചാത്തലം തനിക്കറിയാം, ധർമ്മേന്ദ്ര പ്രധാൻ ഒരു അഴിമതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുവാനാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. കാരണം സർക്കാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ എത്തപ്പെട്ടിരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതിൽ തന്നെ രതീഷ്, ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എല്ലാ സർക്കാരുകളെ സംബന്ധിച്ചും അവരുടെ നേതൃത്വത്തിലുള്ളവർ മാനസികമായി തകരുന്ന ഒരു ഘട്ടമുണ്ടാകും. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തലപ്പത്തുള്ളവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ താനും കോൺഗ്രസ് എംപിമാരും ഇത്തരത്തിൽ ഒരു ഇതിലേക്ക്, അതായത് ഒരു പ്രതിഷേധ സമരം അവിടെ നടത്താൻ പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര
സിംഗ് അവിടെ ഓടിയെത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നത്.